എനിക്ക് പ്രണയമോ? ഇല്ല. എന്നോട് പറഞ്ഞിട്ടില്ല, ഷൈത്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഖം എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. നാളെ തിരിച്ച് വീട്ടിൽ പിന്നെ കയറുവാണ്. ഇപ്പോൾ നമ്മുടെ CCLൻ്റെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ പ്രാക്ടീസും സെഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്. നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. കുറേ പഠിക്കാൻ കിട്ടി. ഒരു പ്രഷർ കുക്കർ പോലെ തന്നെ ആയിരുന്നു, പക്ഷേ നല്ല എക്സ്പീരിയൻസ് കിട്ടി. എല്ലാം അത് കാരണം കുറേ നല്ല കോൺടാക്ട്സ് കിട്ടി. അങ്ങനെ ഞാൻ എത്തിയ അപ്പം തന്നെ ഞാൻ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി ഓർഡർ ചെയ്തു. നല്ലോണം കഴിച്ചു. നല്ല ക്ഷീണം. ഇപ്പോഴും മസിൽ മാസൊക്കെ തിരിച്ച് വന്നിട്ടില്ല. അത്ര അവിടെ ഫുഡിൻ്റെ ഒരു പ്രശ്നമാണ് ആ വീട്ടിൽ. പക്ഷേ ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. നല്ല ഇപ്പോൾ കംബാക്ക് ചെയ്ത് വരാൻ പോകുന്നേ ഉള്ളൂ. ഈ ബിഗ് ബോസിന് പലരും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ആര്യൻ്റെ എവിക്ഷൻ അൺഫെയറാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? എനിക്ക് അങ്ങനെ അൺഫെയറോ ഫെയർ പറയാൻ വേണ്ടി ഞാൻ ആരുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഫെയർ ജനങ്ങളാണ് ഡിസൈഡ് ചെയ്യണത്. എന്നോട് ചോദിച്ചാൽ ഞാൻ അൺഫെയറേ വരത്തുള്ളൂ. ബിക്കോസ് ഐ വാസ് പ്ലേയിങ് മൈ ബെസ്റ്റ്. ഐ ഫെൽറ്റ്. എല്ലാവർക്കും അങ്ങനെ തോന്നാറുള്ളൂ. എല്ലാ പ്ലേയേഴ്സ് അൺഫെയറേ വരത്തുള്ളൂ. സോ ഐ ഫീൽ ഇറ്റ് വാസ് അൺഫെയർ. ബട്ട് ഇറ്റ്സ് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു ഡിസിഷനെ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അപ്പ് ടു ദം. അവർ പുറത്തെ ആൾക്കാർ വരുമ്പോൾ കുറേ ആൾക്കാർ വേറെ ഒപ്പീനിയൻസ് പറയുന്നത്. എല്ലാവരും വന്ന് ഫസ്റ്റ് കെട്ടിപിടിക്കും. ആര്യൻ അടിപൊളിയായിരുന്നു, ജൂനിയർ മായ മോഹിനി എന്ന് വിളിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പുതപ്പിൻ്റെ ഇതായിരുന്നു ഈ വർഷം, പുതപ്പ് വർഷമാണെന്നൊക്കെ. അങ്ങനെ എനിക്കെന്താണെന്ന് അറിയില്ല. ചില ആൾക്കാർ ആക്കും, ചില ആൾക്കാർ ഇങ്ങനെ ഫണ്ണായിട്ട് കളിക്കും. അത്രേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ താങ്കളെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചിരുന്നു. ആ നെഗറ്റിവിറ്റി ഇപ്പോൾ നിങ്ങളുടെ ആളുകളുടെ ഇടയിൽ വരുന്നുണ്ടോ? ഇല്ല, ഞാനതങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് വേണ്ടി കമൻറ്റ് ഇട്ടാൽ 100-150 കമൻറ്റ് താഴെ വരും നെഗറ്റീവ് കമൻറ്റ്സ്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ കുറേ ഫേക്ക് ആലിഗേഷൻസും കുറേ മണ്ടത്തരൊക്കെ വരാറുണ്ട്. അത് ഇവിടുന്ന് കേൾക്കാം, ഇവിടുന്ന് വിടാം. എനിക്കത് അതിൽ കയറിയിട്ട് ഇടപെട്ടിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇതൊരു സൊസൈറ്റി അല്ലേ. ആൾക്കാർ കുറ്റം പറയുമ്പോൾ ആൾക്കാർ നല്ല പോസിറ്റീവ്സും പറയും. ഞാൻ പോസിറ്റീവ്സ് മാത്രം എടുത്തിട്ട് ഈ നെഗറ്റീവ്സ് ഒന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു ജിസയിലുമായിട്ടാണ്. നാട്ടിൽ വന്നതിന് ശേഷം വിളിച്ചിരുന്നു. പിന്നെ വിളിച്ചു, നമ്മൾ വീഡിയോ കോൾ ചെയ്തു, സംസാരിച്ചു. നാളെ ജിസയിലും സെയിം ടൈം ലാൻഡ് ചെയ്യണം ചെന്നൈ എയർപോർട്ടിൽ. ഒരുമിച്ച് നമ്മൾ മീറ്റ് ചെയ്യും. അടിപൊളിയായിരിക്കും. പിന്നെ നല്ല സന്തോഷം. പിന്നെ നമ്മൾ എത്ര ദിവസം ഒരാളുടെ കൂടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അറ്റാച്ച്മെൻറ്റും ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി പോകും. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ കുറേ മിസ് ചെയ്തു. വന്നപ്പോൾ ജിസയിലിനെ വിളിച്ചു, ജിസയിലിൻ്റെ അമ്മയെ വിളിച്ചു, എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നല്ലോണം. ഇപ്പോൾ ഇനി 7 പേരാണ് ഹൗസിലുള്ളത്. അവരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതി ആളെന്ന് പറഞ്ഞാൽ എനിക്ക് അക്ബർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെവിനും കൊള്ളാം. ഈ 2 പേരായിരിക്കും എൻ്റെ ഒരു നല്ല ഫേവറേറ്റ്സ്. പക്ഷെ കപ്പ് ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് മോസ്റ്റ് പ്രോബ്ലി പറഞ്ഞ പോലെ കുറച്ചും കൂടി കൂടുതൽ അനീഷും അനുമോളും അതായിരിക്കും. അവർക്കാണ് കുറച്ചും കൂടി പുറത്ത് സപ്പോർട്ട് കൂടുതൽ കാണുമ്പോൾ തോന്നുന്നത്. ഇത് ഞാൻ അറിഞ്ഞത് മീഡിയയിൽ വീഡിയോ കണ്ടിട്ടാണ്. എനിക്കത് ആ സമയത്ത് ഞങ്ങൾ യുവർ എവിക്റ്റഡ് എന്ന് പറയുമ്പോൾ ആയിട്ട് ഞാൻ ആ സമയത്ത് ബ്ലാങ്കാണ്. ഞങ്ങളിങ്ങനെ എല്ലാവരും കാണുന്ന കൈ കൊടുക്കുന്ന എല്ലാവരും ഞാൻ വേഗം കൈ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ അത് ലൈവായ കാര്യങ്ങൾ കണ്ടില്ല. ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ഞാൻ എല്ലാവരും കെട്ടിപ്പിടിച്ചു. അത് കാണിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പേർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തൊന്നുമല്ല. അതൊരു ട്രോള് പോലെ ഞാൻ കണ്ടു. എല്ലാ സോഷ്യൽ മീഡിയ വന്നതെല്ലാം സത്യമാവണമെന്നില്ലല്ലോ. അങ്ങനെ ഞാൻ പരമാവധി പറഞ്ഞ പോലെ ഐ ഹാവ് നോട്ട് പേർപ്പസ്ലി ഡൺ ഇറ്റ്. ചിലപ്പോൾ അറിയാണ്ടായിട്ടുണ്ടാവും കുറേ കാര്യങ്ങളൊക്കെ. മസ്താനി പോലെ എത്ര വലിയ സീനായിട്ട് ഞാൻ പുറത്ത് വന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്തത് മസ്താനി തന്നെയാണ്. എനിക്കങ്ങനെ ആരുടെ ലൈഫ് കളഞ്ഞിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ഹാപ്പി. ഇഫ് യു ആർ ഹാപ്പി, ഐ എം ഹാപ്പി. ഇറ്റ്സ് എ ഗെയിം. വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ഇസ് ഹാപ്പൻസ് ഇൻസൈഡ്. ഈ ഔട്ടായ ആ വീക്കിൽ ലാസ്റ്റ് വീക്കിൽ ക്യാപ്റ്റനായിരുന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് നിങ്ങൾക്കെതിരെയാണ് പറഞ്ഞത്. അത് താങ്കൾ മാത്രമാണ് പുറത്തു പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഒന്നുമില്ല, എനിക്കിതുവരെ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ എൻ്റെ എഫർട്ട് കൊടുക്കുന്നു, അവിടെ ജീവിച്ചു വന്നു. ഈ പറഞ്ഞ പോലെ ടാസ്ക് പിന്നെ ഒരു സ്ഥലത്ത് ഒരു ടോപ്പിക്കിൽ ഇടപെട്ടാൻ ആണെങ്കിൽ ഞാനത് ഇടപെടും. എനിക്ക് മാക്സിമം പറ്റുന്ന ഈ ലാംഗ്വേജ് വെച്ച് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ 23 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ 23 വയസ്സുള്ള ആൾ അങ്ങനെ പോലത്തെ ഒരു സെറ്റപ്പിൽ പോകുമ്പോൾ, അങ്ങനെ പോലത്തെ ഒരു വീട്ടിൽ പോകുമ്പോൾ നമുക്കൊരു എക്സ്പോഷറാണ്. ഇത് എന്താ ചെയ്യേണ്ടത്? കാണുന്നില്ല ചേട്ടന്മാരൊക്കെയാണ് 30-40 വയസ്സുള്ള. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഞാനിപ്പോൾ ഇടപെടട്ടെ. നമുക്ക് അറിയില്ല. ഫസ്റ്റ് ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ ഞാൻ ഓപ്പണായി വന്നപ്പോൾ ലാസ്റ്റിലെല്ലാം കുറച്ചും കൂടി ഒന്ന് ഈസി ആയി. എനിക്ക് ഈ ഹൗസിലാണെങ്കിലും പല വിഷയങ്ങളുണ്ടായി. ഇപ്പം ഈ അനുമോളുടെ കട്ടിൽ വെള്ളം ഒഴിക്കുക, അതല്ലെങ്കിൽ മറ്റേ പാലിൻ്റെ പ്രശ്നം, ഇതിനൊക്കെ തുടക്കത്തിൽ ആരിൻ്റെ പേരാണ് എല്ലാത്തിനും പറയുന്നത്. ഇതൊക്കെ വെറുതെ തന്നെ ആ സമയത്ത് ആഡ് ചെയ്യേണ്ട കാര്യം ഞാനൊന്നും ചെയ്തില്ല. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാനൊരാളുടെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞാൻ മാക്സിമം എഫേർട്ട് കൊടുത്ത് ഞാൻ നിന്നു. എനിക്ക് ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ ഗെയിം ഒരു ഷോയും കൂടിയാണല്ലോ. അപ്പോൾ എന്താ ബെസ്റ്റ് കണ്ടൻറ്റ് അങ്ങനെ എടുത്തിട്ടും ആൾക്കാർ കാണിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഈ വെള്ളം ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എഫേർട്ട് ഇട്ടിട്ടേ ഉള്ളൂ കൂടുതൽ. ബസ്സിൽ കഴുകിപ്പിച്ചു അനുമോൾ ഇവർ വരി.
അപ്പോൾ എക്സാക്ട്ലി എന്താ സംഭവിച്ചത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഔട്ടായെന്ന് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എഫേർട്ട് ഞാൻ ഫുൾ 100% കൊടുത്തിട്ടുണ്ട്. ഇനിയും പോകുമ്പോൾ എഫേർട്ട് തരും. അനുമോളുടെ സംഭവമാണെങ്കിൽ ആദ്യം അപ്രോച്ച് നടത്തിയത് താങ്കളോടാണ്. ആ, ഇപ്പോൾ അനുമോളോട് വേറെ ആൾ അപ്രോച്ച് നടത്തിയിരിക്കുന്നത്? അല്ല, അനുമോൾ ഞാൻ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹായ് ഹലോ ബന്ധമാണ്. ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്യും, ഇടയ്ക്കിടെ നമ്മൾ പറഞ്ഞ ടോം ആൻഡ് ജെറിയാണ്. അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഫൈറ്റ് വരുമ്പോൾ അങ്ങനെ മിക്സ് ആയി പോകുന്നു. പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് എന്ന രീതിക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്നു. പോസിറ്റീവ്നെസ് എന്ന് പറയില്ല, എവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ചിലപ്പോൾ ആയിരിക്കും, എനിക്കറിയില്ല. നമ്മുടെ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അല്ല, ആരോട് എപ്പോഴെങ്കിലും അനുമോൾക്ക് പ്രണയമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? എനിക്ക് പ്രണയമോ? ഇല്ല. അനുമോൾക്ക് താങ്കളോട് എന്നോട് പറഞ്ഞിട്ടില്ല, ഷൈത്തയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു പേഴ്സണൽ ടോക്കിൽ. അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പോൾ ആണോ ഇല്ലെന്നറിയില്ല, പക്ഷേ നമുക്ക് ഇങ്ങോട്ടും എല്ലാവരും ഇഷ്ടമാണ്. ലൈക്ക് വി ലൈക്ക് ഈച്ച് അതർ, ഓൾ ഓഫ് us, ഇറ്റ്സ് ഫൺ. ഇപ്പോൾ ആരും ഗെയിം കാണുന്നില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് അനുമോളോടൊരു ലവ് ഉണ്ട്. അതിനെക്കുറിച്ച് എന്താകുന്നു? അതിനെക്കുറിച്ച് സത്യം വരെ എനിക്കൊരു ധാരണയില്ല. കാണുമ്പോൾ ഒരു എവിടെ ഒരു കളത്തരം പോലെ തോന്നും. ചിലപ്പോൾ സത്യമാവും കേട്ടോ, അറിയില്ല. ഏതെങ്കിലും നിമിഷത്തിൽ അവിടെ ഹൗസിൽ അങ്ങനെ ഒരു ഇഷ്ടമുള്ളതായിട്ട് കണ്ടു? ആര്? അവർ അനീഷിന് അനുമോളോട് പ്രണയം തോന്നുന്ന നിമിഷങ്ങളൊക്കെ കണ്ടു? ഇല്ല, ഞാൻ പോയപ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വന്നത്. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഭയങ്കര ഇതാണ്. ഞാൻ 23 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഏതൊരു വീഡിയോ പണ്ട് ഞാൻ ഓഡിഷന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി 26 എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ വൈറലായിരിക്കുന്നത്. നമ്മളിപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ ചോദിച്ചാൽ ആ വയസ്സിൻ്റെ ഒരു വീഡിയോയിൽ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അയച്ചിട്ടാണ് ആൾക്കാർ ഇതായും കള്ളം പറയാം. പക്ഷേ എൻ്റെ ആധാർ കാർഡ് ഇപ്പോഴും ഉണ്ട്, എൻ്റെ പാസ്പോർട്ട് ഉണ്ട്, 23 വയസ്സായിട്ടുള്ളൂ.